ഇന്നലെ കാര്യമായിട്ട് അങ്ങനെ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. കാരണം കുറച്ച് തിരക്കായിരുന്നു. രാവിലെ അപ്പം മുട്ടക്കറിയും ബ്രെഡും കൂട്ടി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചിന് ചോറും അച്ചാറും ചമ്മന്തിയും തോരനും ഒക്കെ ആയിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ അതിഥി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസ് റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാനും മഹേഷ് അണ്ണനോട് ചൂണ്ടയിടാനും അതുപോലെ തന്നെ മീനെ എത്തിപ്പിടിക്കാനും കൂടെ പോയി. അത്യാവശ്യം നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു ചൂണ്ടയിടാൻ. പിന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് വല വീശുന്നിടത്ത് പോയി ഞാനും ഒന്ന് വലയൊക്കെ വീശി നോക്കി. അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ബോറടിച്ചിരുന്നപ്പോ 3 കൊല്ലത്തിന് ശേഷം കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിഖിലും വൈഫും അതുപോലെ തന്നെ കസിൻസൂടെ വന്നു. ഞങ്ങൾ നേരെ തിരുവല്ല ബിഗ് മൗത്തിൽ പോയി. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. മാത്രമല്ല ഫുഡ് ഒരു രക്ഷയിലും പൊള്ളിയാണ്. പിന്നെ അവരെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. ഇത്രയും പൊള്ളി വൈബുള്ള ഒരു ഫാമിലി. ശരിക്കും ആ ഒരു 2 മണിക്കൂർ അത്യാവശ്യം എൻജോയ് ചെയ്തു. അതിന്റെ ഹാങ് ഓവറിൽ വന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്നലെ കാര്യമായിട്ട് അങ്ങനെ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. കാരണം കുറച്ച് തിരക്കായിരുന്നു. രാവിലെ അപ്പം മുട്ടക്കറിയും ബ്രെഡും കൂട്ടി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചിന് ചോറും അച്ചാറും ചമ്മന്തിയും തോരനും ഒക്കെ ആയിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ അതിഥി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസ് റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാനും മഹേഷ് അണ്ണനോട് ചൂണ്ടയിടാനും അതുപോലെ തന്നെ മീനെ എത്തിപ്പിടിക്കാനും കൂടെ പോയി. അത്യാവശ്യം നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു ചൂണ്ടയിടാൻ. പിന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് വല വീശുന്നിടത്ത് പോയി ഞാനും ഒന്ന് വലയൊക്കെ വീശി നോക്കി. അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ബോറടിച്ചിരുന്നപ്പോ 3 കൊല്ലത്തിന് ശേഷം കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിഖിലും വൈഫും അതുപോലെ തന്നെ കസിൻസൂടെ വന്നു. ഞങ്ങൾ നേരെ തിരുവല്ല ബിഗ് മൗത്തിൽ പോയി. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. മാത്രമല്ല ഫുഡ് ഒരു രക്ഷയിലും പൊള്ളിയാണ്. പിന്നെ അവരെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. ഇത്രയും പൊള്ളി വൈബുള്ള ഒരു ഫാമിലി. ശരിക്കും ആ ഒരു 2 മണിക്കൂർ അത്യാവശ്യം എൻജോയ് ചെയ്തു. അതിന്റെ ഹാങ് ഓവറിൽ വന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി.